ഇവിടെ ഡെഫിനറ്റ് ആണ്, ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രോബ്ലം അല്ല. കുട്ടികൾക്കും ഓഫ്ലൈനേക്കാൾ ഏറ്റവും നന്നായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഒരു ലൈവ് ഓൺലൈൻ ക്ലാസ്സിലാണ്. ഇവർക്ക് ഈ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും റീവിസിറ്റ് ചെയ്യുക. നമുക്ക് ഈ ഓഫ്ലൈൻ ക്ലാസ് ഒരിക്കൽ കിട്ടിയ ഗുരുവിൻ്റെ മുമ്പിലിരുന്ന അന്നേരത്തെ ഭാഗ്യം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ യുവതി യുവാക്കൾക്ക് തൊഴിൽ നേടാനായിട്ട് ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് ഒരുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഓരോരോ ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ചെറിയ ചെറിയ പെട്ടിക്കട മാതിരി ആയിരിക്കും, പക്ഷെ അവിടെ നിന്നൊക്കെ ഓരോ പ്രൊഡക്ട്സ് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്ത് ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് പ്ലാൻ ചെയ്തു? നമ്മുടെ കേരളത്തിലൊരു കോഴ്സ് തുടങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സുകൾ നടത്താൻ എളുപ്പമാണ്, പക്ഷേ അതിനുള്ള തൊഴിൽ സാധ്യതകൾ കേരളത്തിൽ മാനുഫാക്ചറിങ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രി വളരെ കുറവേ ഉള്ളൂ. സെൽഫ് സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്തൊക്കെ രീതിയിൽ അത് കൂടുതലും മാനുഫാക്ചറിങ് ഓറിയൻറ്റഡ് ആയിട്ടുമില്ല, കുറേ ഇലക്ട്രോണിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് കേരളത്തിൽ നല്ല സാധ്യതയാണ്. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു വിഭാഗം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇസ് മാനുഫാക്ചർഡ് ഫ്രം കേരള. അതല്ലാതെ കണ്ട് ടെക്നിക്കലായിട്ട് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അപാകത. നമ്മുടെ ITIകളും പോളിടെക്നിക്കുകളും ഈവൻ എഞ്ചിനീയറിംഗ് കോളേജസ് എടുത്താലും ദാറ്റ് ഈസ് ഓൾ ഫോർമുലേറ്റഡ്. അതിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ വലിയ ഇൻഡസ്ട്രീസ്, ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും വിദേശത്തൊക്കെ ഉള്ള വലിയ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള മാൻ പവറിനെ സൃഷ്ടിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഈ മാൻ പവർ ഔട്ട്ഫ്ലോ നടക്കുന്നത്, എക്സ്പോർട്ട് നടക്കുന്നത്. ഈ എക്സ്പോർട്ട് നടക്കുന്നത് വിദേശത്തേക്ക് മാത്രമല്ല, ഇന്ത്യയുടെ വൻ നഗരങ്ങളിലേക്കൊക്കെ എടുത്തു നോക്കിക്കോളൂ. വി ആർ ദ ബിഗ്ഗസ്റ്റ് മാൻ പവർ പ്രൊവൈഡർ കേരള. കാരണം ടെക്നിക്കലായിട്ട് ആദ്യമേ പഠിച്ചിറങ്ങുന്നത് നമ്മളാണ്, പക്ഷെ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ ഡെഫിനറ്റ് ആണ്, ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രോബ്ലം അല്ല. നമ്മുടെ ടെറൈൻ എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കം സ്ഥലമല്ലേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വെറുതെ കിടക്കുവാണല്ലോ. ഒരു വശത്ത് കടല്, മറ്റേ വശത്ത് ഗാട്ട്സ്. ഇതിന് രണ്ടും ഒരുപാട് നിയമങ്ങളുണ്ട്. ഇത് രണ്ടും കഴിച്ചിട്ട് ഈ നടുക്ക് മാത്രമേ എന്തെങ്കിലും ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി കേരള ഇസ് ഹൈലി തിക്ലി പോപ്പുലേറ്റഡ്. അപ്പൊ ഇത് ഈ നമ്മൾ ഫ്ലൈറ്റിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ തെങ്ങിൻ തലകളാണ് കാണുന്നത്, പച്ചപ്പാണ്. വേർ ഡു യു ഗോ ആൻഡ് ലൊക്കേറ്റ് ദിസ്? ദർ ഇസ് എ റിയൽ റെസ്ട്രിക്ഷൻ വിത്തിൻ കേരള. അപ്പം അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും നല്ലത് കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലുക്ക് ഫോർ ദ റിക്വയർമെൻറ്റ്സ് ഔട്ട്സൈഡ് കേരള ആൻഡ് പെർട്ടിക്കുലർലി ഔട്ട്സൈഡ് ഇന്ത്യ. അവിടെ എത്രത്തോളം ആളുകളെ ഏതൊക്കെ മേഖലയിൽ ആവശ്യമാണ് അത്തരം മേഖലകൾ തിരഞ്ഞെടുക്കുക. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഫോർ ദിസ് കോഴ്സ് വിച്ച് ഐ ഹാവ് ഡിസൈൻഡ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതിന് കേരളത്തിൽ തന്നെ നല്ല സാധ്യതയാണ്. അത് കാരണം ഹെൽത്ത് കെയറിൽ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള വേറൊരു സ്ഥലം, ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇനിയും വരാനിരിക്കുന്നു. ഹെൽത്ത് കെയറിൽ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സീ എനിവേ. ഇപ്പോൾ ISSD നടത്തുന്നത് ഓൺലൈൻ കോഴ്സുകളാണ് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ അത് ഓഫ്ലൈൻ കോഴ്സുകളിലേക്ക് മാറാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്, കാരണം ഞാൻ തുടങ്ങുമ്പോൾ NIFE സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ NIFE നടത്തിയിരുന്നപ്പോൾ ത്രൂ ഔട്ട് കംപ്ലീറ്റ് ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് 110ഓളം ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ എല്ലാം ഓഫ്ലൈൻ ക്ലാസ്സസ്സാണ്. ISSD സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2018 ഓഫ്ലൈനായിട്ടാണ് ക്ലാസ് തുടങ്ങിയത്. പക്ഷേ കോവിഡ് വന്നപ്പോഴാണ് ഐ വാസ് ഫോഴ്സ്ഡ് ടു ചേഞ്ച് ഇൻ ടു ഓൺലൈൻ. പക്ഷേ ഓൺലൈനിൽ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. നമുക്ക് ഓഫ്ലൈനിൽ കുട്ടികളെ പഠിപ്പിക്കുന്നേക്കാൾ വളരെ എളുപ്പമാണ് ഓൺലൈനിൽ പഠിപ്പിക്കാൻ, നമ്പർ 1. നമ്പർ 2, കുട്ടികൾക്കും ഓഫ്ലൈനേക്കാൾ ഏറ്റവും നന്നായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഒരു ലൈവ് ഓൺലൈൻ ക്ലാസ്സിലാണ്. ലൈവ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ റെക്കോർഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കാര്യമില്ല. സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനെ കാണാവുന്നു, ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനോട് സംസാരിക്കാവുന്നു, ഇന്ററാക്ട് ചെയ്യാവുന്നു. ദാറ്റ് ഈസ് വാട്ട് വി ഡു. ലൈവ് ഓൺലൈൻ ക്ലാസ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താ വ്യത്യാസം എന്നറിയാവോ? ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ഹോസ്പിറ്റലിൻ്റെ ഒരു ഫെസിലിറ്റി എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ. തീർച്ചയായിട്ടും ഇത് ഓൺ ദ വീഡിയോ, സ്റ്റുഡൻസ് ആർ സീയിങ് ദിസ് വീഡിയോ. പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റുഡൻസ് ആർ സീയിങ് ദ പ്രൊസീജിയർ
and they are getting that video already into their hands, right? അപ്പോൾ പെർട്ടിക്കുലർലി ഇത്തരം കാര്യങ്ങൾ അസിമുലേഷൻ ഈസ് വെരി ക്വിക്ക്, വെരി ഫാസ്റ്റ്, കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണ്. മറ്റൊന്ന്, ഇവർക്ക് ഈ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും റീവിസിറ്റ് ചെയ്യുക. നമുക്ക് ഈ ഓഫ്ലൈൻ ക്ലാസ് ഒരിക്കൽ കിട്ടിയ ഗുരുവിന്റെ മുമ്പിലിരുന്ന അന്നേരത്തെ ഭാഗ്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ഇത് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് റീവിസിറ്റ് ചെയ്യാം. എപ്പോഴൊക്കെയാണ് റീവിസിറ്റ് ചെയ്യേണ്ടി വരുന്നത്? പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് മുമ്പ്. ഏത് പെർട്ടിക്കുലർ പോർഷനും ഓൺ എ ക്ലിക്ക് ഓഫ് എ ബട്ടൺ ദേ ഗെറ്റ്. ഇവർ ജോലിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റത് ഈ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പോകേണ്ടി വരും. ഇതോടെ ക്ലിക്ക് ഓഫ് എ ബട്ടൺ they are able to revisit. അതുകൊണ്ട് ഓൺലൈൻ മികവുറ്റ പഠന മേഖലയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണ വന്നിരുന്നു ജനങ്ങളുടെ ഇടയിൽ. അതായത് ഓഫ്ലൈനിൽ പഠിക്കുമ്പോഴാണ് ജോലി സാധ്യത കൂടുതൽ. അതൊരു തെറ്റായ ധാരണയാണ്. അതുമാത്രമല്ല, ആദ്യകാലങ്ങളിൽ ഓഫ്ലൈനിൽ കിട്ടുന്ന സർട്ടിഫിക്കേഷനും ഓൺലൈനിൽ കിട്ടുന്ന സർട്ടിഫിക്കേഷനും ഒരു വാല്യൂ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് നൗ. കാരണം ഓൺലൈനിലാണ് ഏറ്റവും നന്നായി നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നത്, വിദ്യാർത്ഥികൾ പഠിക്കുന്നതും. ഇപ്പം ഞങ്ങളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പ്ലേസ്ഡ് ആയിട്ടുള്ളത് ISSTയിൽ നിന്നാണ്. ഒരു വർഷം ഞങ്ങൾ കുറഞ്ഞ 2000-2500 വിദ്യാർത്ഥികളെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും പഠിച്ചിരിക്കുന്നത് ഓൺലൈനിലാണ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് പ്രൂവ്സ് ഓൺലൈനിലാണ് ശരിക്കും നന്നായി ഇവർ പെട്ടെന്ന് അസിമുലേറ്റ് ചെയ്തെടുക്കുക. ISST ആരംഭിക്കുന്ന സമയത്ത് നേരിട്ട പ്രധാന പ്രശ്നം എന്തായിരുന്നു? ഒരു പ്രതിസന്ധി എന്തായിരുന്നു? ഫസ്റ്റ് പ്രതിസന്ധി പണ്ട് ഫയർ സേഫ്റ്റി തുടങ്ങിയതുപോലെ സിലബസ്. കാരണം ഇതിനെക്കുറിച്ചൊരു സിലബസ്, ഒരു റോൾ മോഡലില്ല. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം ഒരു കോഴ്സ് നടത്തിയിരുന്നില്ല. യൂണിവേഴ്സിറ്റികളിൽ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് പഠിച്ചു വന്നാൽ കൂടി വന്നാൽ ജനറൽ മാനേജർ അല്ലെങ്കിൽ ആ ലെവലിലുള്ള എന്തെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഫ്ലോറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസ്, ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ്, ബില്ലിംഗ് എക്സിക്യൂട്ടീവ്, PRO, ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സിലബസ്, ഒരു ടെക്സ്റ്റ് ബുക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു സിലബസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സിലബസ് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യുക. അവരോടൊപ്പം ഇരുന്ന് നമ്മുടെ കൂടി ഒരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഫയർ സേഫ്റ്റിയുടെ സിലബസ് ഞങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത്, ലിഫ്റ്റ് ടെക്നോളജിയുടെ സിലബസ് ഞങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത്, ഫൈബർ ഓപ്റ്റിക്സ് ടെക്നോളജിയുടെ സിലബസ് ഞങ്ങളാണ്. അപ്പോൾ ആ ഒരു പരിചയമുണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സിലബസ് ഫ്രെയിം ചെയ്യേണ്ടത്. ആ സിലബസിൽ നമ്മളെപ്പോഴും മെയിനായിട്ട് നോക്കുന്നത് എന്താണ് തൊഴിൽ. ആ തൊഴിൽ എന്താണോ അത് പഠിപ്പിച്ചു കൊടുക്കുക. ആവശ്യമില്ലാത്ത നോളജ്, ഇവർ റിസർച്ചിനല്ല വരുന്നത്, ഇവർ വരുന്നത് ഒരു തൊഴിലിനാണ്. പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്താണ് അവർക്ക് തൊഴിലിൽ ആവശ്യമായിട്ടുള്ളത് അത് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ ആ സിലബസ് ഉണ്ടാക്കിയെടുക്കുക, അതൊരു ചലഞ്ചായിരുന്നു. നമ്പർ 1. നമ്പർ 2, നമ്മുടെ ഇവിടെ നാട്ടിൽ ഒരു കോഴ്സ് നടത്തണമെങ്കിൽ ഏറ്റവും ആദ്യം പിള്ളേർ ചോദിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്. പയ്യൻ കോയിൽ എവിടെ പോയാലും ഇതിലെല്ലാവരും ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ പല ബുക്കുകൾ എടുത്ത് റെഫർ ചെയ്ത് നമ്മളുടെ തന്നെ സ്റ്റാഫിനെ ഇരുത്തി വി ഡ്രാഫ്റ്റഡ് എ ടെക്സ്റ്റ് ബുക്ക്. ഇന്ന് എന്താണെന്നറിയാവോ, ഭാഗ്യത്തിന് ഞാനത് ആരെയും കുണിച്ചും പറയുന്നതല്ല, ആരെയും കുറ്റം പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. വി ഹവ് കോൺട്രിബ്യൂട്ടഡ്. ആസ് എ റിസൾട്ട് ഇന്ന് ഹൺഡ്രഡ്സ് ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ ദെയർ ഇൻ കേരള ടീച്ചിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അവരെല്ലാം യൂസ് ചെയ്യുന്നത് ഇതാണ്, നമ്മൾ കൊണ്ടുവന്ന ടെക്സ്റ്റ് ബുക്സ്. വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് ജീവിത കഥയൊന്നും എഴുതാൻ പാടുണ്ടായിരുന്നില്ല, കാരണം അത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകാൻ സാധ്യതയുണ്ട്. ആലോചിക്കാൻ നമുക്ക് പിന്നീട്. എനിക്ക് എപ്പോഴും ഉള്ള വലിയൊരു സംതൃപ്തി കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ നേടാനായിട്ട് ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് ഒരുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. 1992 ഞാൻ ഫയർ സേഫ്റ്റി തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കണ്ടെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിച്ച് പലർക്കും ഗുണകരമായ കോഴ്സുകളിലൂടെ കുറഞ്ഞതൊരു 1.5-2 ലക്ഷം മേലെ ആളുകൾക്ക് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ജോലി ലഭിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അത് ഇന്ന് തുറക്കുന്നു നാളെ പൂട്ടി പോകുന്നു. അവർ പലരും BSSന്റെ അപ്രൂവൽസ് മേടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ISSDയുടെ സർട്ടിഫിക്കറ്റിന് തന്നെ ഒരു വാല്യൂ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് നൽകുന്നില്ലേ, അല്ലെങ്കിൽ മറ്റ് എംപ്ലോയേഴ്സ് നൽകുന്നില്ലേ? ഉണ്ട്. കാരണം അത് ഇതുകൊണ്ടാണ് നന്നായി പഠിപ്പിക്കുന്നു, ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നന്നായി തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ആ സർട്ടിഫിക്കേഷൻ ഒരു വാല്യുവേഷൻ വരുന്നത്.
പഴയ NIFയുടെ അതുപോലെ തന്നെയായിരുന്നു. ആ സർട്ടിഫിക്കറ്റുമായിട്ട് വിദേശത്ത് നിന്നാൽ ഉടനെ ഒരു ജോലി ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. NIF ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് തന്നെ മാറി, ഒരു ഇൻ്റർനാഷണൽ അബ്സലൂട്ട് ബ്രാൻഡായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് ISSDയുടെ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഗുണകരമാവുന്ന 2 നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഒന്ന് ജെയിനിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. ജെയിൻ യൂണിവേഴ്സിറ്റി അവരുടെ തന്നെ ഒരു വിഭാഗമായ RK ജെയിൻ ഉണ്ട്. RK ജെയിനിൻ്റെ അതൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. മറ്റൊന്ന് വിദേശത്തു നിന്നുള്ള, നമ്മളെപ്പോഴും കാണേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് അവിടെ ആരും അറിയത്തില്ല. അതേസമയത്ത് അവിടെ നിന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ that will be big useful for us too. TUV Sood from Germany. അവരുടെ സർട്ടിഫിക്കറ്റ്, ടിയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ടിയുടെ സർട്ടിഫിക്കറ്റ്. അപ്പം ഇത് രണ്ടും അവർക്ക് അപ്പാർട്ട് ഫ്രം ISSD സർട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടും. ഈ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് സ്വകാര്യ സർവകലാശാലകളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ. കൂടാതെ വിദേശ സർവകലാശാലകൾക്കും ഇവിടെ വന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയൊക്കെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അസോസിയേഷനെ കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ടോ? ടിൻഡിങ് പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ to work it out into practical areas takes a lot of effort, right? ഒന്ന് ജെന്യുവിനിറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 33 വർഷം ഇവിടെ നിലനിന്നു എന്നുള്ളത് ഇറ്റ്സ് ബേസിക്കലി ബിക്കോസ് വി ഹവ് ട്രൈഡ് ടു ബി ആസ് ജെന്യുവിൻ ആസ് പോസിബിൾ, റൈറ്റ്? അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം നാൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്ത് ഒരു ഇമ്മീഡിയറ്റ് ബെനഫിറ്റ് നമുക്കോ അവർക്കോ കിട്ടിയത് കൊണ്ട് കാര്യമല്ല, ലാസ്റ്റിംഗ് ബെനഫിറ്റ്സ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സാധ്യതകൾ വന്നാൽ ഡെഫിനറ്റ്ലി വി വിൽ ലുക്ക് ഇൻ ടു. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിലും കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബം, ഭാര്യ, മക്കളൊക്കെ എങ്ങനെയാണ്? മക്കൾ എനിക്ക് 5 കുട്ടികളുണ്ട്. 5 പേരുണ്ട്. 5 പേരുണ്ട്. ജീവിതത്തിൽ അൺഫോർച്ചുനേറ്റ്ലി 2 മാരേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ മാരേജിൽ 3 കുട്ടികളുണ്ട്. ഓക്കെ. അവർ ദേ ആർ വെൽ സെറ്റിൽഡ് ഡൗൺ. ഓക്കെ. ദേ ആർ ഓൾ വർക്കിംഗ് അബ്രോഡ്. UK-ലും ഗൾഫിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ലേറ്റസ്റ്റ് മാരേജിൽ എനിക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. ഓക്കെ. They are twins. ട്വിൻസ്. ഓക്കെ. Just 3 years old. അതൊരു പുതിയ അറിവായിരിക്കുമല്ലോ. അപ്പൊ അവരാണ് ഇന്നിപ്പോ എന്റെ ലൈഫിനെ ഏറ്റവും കൂടുതൽ മോടി പിടിപ്പിക്കുന്നത്, മനോഹരമാക്കി തീർക്കും. രാവിലെ എത്ര മണിക്കാണ് സാർ ഓഫീസിൽ എത്തുക? എത്ര മണിക്കാണ്? ഞാനിവിടെ ഒരു 10-10:30 മണി, വന്നാൽ 11 മണി വൈകിട്ട് എത്തും. വൈകിട്ട് പോകുമ്പോൾ ഇത്ര ലേറ്റ് ആവും. ഒരു 6 മണി, 5:30 കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാം. അതിനുശേഷം പിന്നെ വീട്ടിലെത്തിയിട്ട് ഈ 2 കുഞ്ഞു പിന്നെ പിള്ളേരുടെ കൂടെയാണ്. അതെ അതെ അതെ. അത് ഭയങ്കര റിലാക്സിങ് ആണ്. ഈ ടെൻഷനിൽ നിന്നെല്ലാം മാറി മനസ്സിലൊരു പ്രത്യേക പ്രതലമാണ് അത് തരുന്നത്. മലയാളികൾക്ക് പുതിയ എന്തെങ്കിലും കോഴ്സ് പ്രതീക്ഷിക്കാവോ ഇനി ISSD? എന്നോട് എപ്പോഴും ഒരുപാട് പേര് ഇവിടെ ഇതുപോലെ തന്നെ TV-ക്കാർ, പത്രക്കാർ വന്ന് ഇൻ്റർവ്യൂ നടത്താറുണ്ട്. അപ്പോഴെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി ഏത് കോഴ്സാണ്? എൻ്റെ ഒരു ആൻസർ ഒന്നേ ഉള്ളൂ, തൊഴിലുള്ള മേഖലകൾ കാണിച്ചു തരിക. തൊഴിലുള്ള മേഖലകൾ കണ്ടെത്തിയാൽ ആ മേഖലയ്ക്ക് അനുസൃതമായ ഒരു കോഴ്സ് ഡെഫിനറ്റായിട്ട് ഞങ്ങൾ ഫ്രെയിം ചെയ്തെടുക്കും. കാരണം കോഴ്സുകൾ കണ്ടെത്തുന്നതിൽ, പ്രത്യേകിച്ച് തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിൽ, അതിനനുസൃതമായ കോഴ്സുകൾ നടത്തുന്നതിൽ ബൈ ലക്ക് ഓർ മേ ബി ബൈ മെറിറ്റ്, റൈറ്റ്, വി ആർ എക്സ്പേർട്സ്. ഏതെങ്കിലും ഏറെ തിരക്കിനിടയിലും ബഹുമാനായ MV തോമസ് സാർ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ NIFയെ-കുറിച്ചും ISSD-യെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ കാരണമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയും കൂടിയാണ്. അദ്ദേഹത്തിനും ISSD-ക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താനായിട്ടും ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിനും ഈ ISSD-ക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.